നേടാം ഒരു കേന്ദ്ര സർക്കാർ ജോലി. വിശ്വസിച്ച് പഠിക്കാം ലസാഗു ആപ്പിലൂടെ. എഴുതണം. എന്താന്ന് എഴുതാൻ? എംപോസിഷനാ? പരാതി എഴുത്. എന്തിനാ നാത്തു പരാതി? നിന്റെ ചേട്ടനെതിരെ. ആർക്ക് കൊടുക്കാൻ? പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ, അല്ലാതെ ആർക്ക് കൊടുക്കാൻ? എഴുതണം അങ്ങോട്ട്. എന്റെ അടുത്ത് എനിക്കങ്ങനെ പരാതി എഴുതാൻ അറിയത്തൊന്നുമില്ല. പ്രിയപ്പെട്ട എസ് ഐ സാർ അറിയാനെന്ന് എഴുതട്ടെ. എന്തിനാ നാത്തു ഇപ്പൊ പരാതി കൊടുക്കുന്നത്? എന്തിനാ? എടി ഗാർഹിക പീഡനം. കുറെ ദിവസം എന്നെ വിട്ടിട്ട് മാനസികമായിട്ട് പീഡിപ്പിക്കാം നിങ്ങളുടെ ചേട്ടൻ. ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ പരാതി കൊടുക്കും. നീ എഴുതണം. ഫ്രം ടു എഴുതണ്ടേ? നീ എന്തെങ്കിലും ഒന്ന് എഴുതി തൊലയ്ക്കാൻ. ടു ദ എസ് ഐ ഫ്രം ആശ ഉത്തമൻ എഴുതിക്കോ. ടു ദ എസ് ഐ. എന്തോടാ ഇംഗ്ലീഷ് എഴുതി പഠിക്കണ? എന്റെ ചേട്ടൻ ഇരുന്ന് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോകുന്നു നാത്തു. ചേട്ടത്തി ഇംഗ്ലീഷ് എഴുതണം മലയാളത്തിൽ എഴുതണം? നിനക്ക് അറിയാവുന്ന ഭാഷയിൽ എഴുതണം. അവൻ ഇംഗ്ലീഷിൽ പരാതി എഴുതാൻ പോകുന്നു. എന്താണ് നിന്റെ ഉദ്ദേശം? എന്താണ് അവള് പറഞ്ഞു കേട്ടില്ലേ? പോലീസ് പരാതി കൊടുക്കാൻ പോകുന്നു. നിങ്ങളെ കുറച്ചാൾ ജയിലിൽ പോയി കിടക്കണം, എന്നാലും നിങ്ങളുടെ വെളച്ചിലൊടിച്ചിട്ട് കുറയുള്ളൂ. എടേ, മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ കൂടൂലേ? അതിന് പോലീസിൽ പരാതി കൊടുക്കാന്നൊക്കെ പറഞ്ഞ അതെ നാത്തു, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞു പരിഹരിക്കാം. ചേട്ടത്തി പരാതി കൊടുക്ക. ചേട്ടത്തി നീ എഴുതണം. കൂടപ്പിറപ്പിന്റെ വിട്ടു കൊടുക്കുന്നടാ. ഞാൻ എപ്പോഴും ന്യായത്തിന്റെ ഭാഗത്ത് തന്നെ. ഉത്തമൻ എന്ത് എഴുതുന്നത്? ഓ, എന്റെ വേറെ പേപ്പർ ഉണ്ട്. വേറെ പേപ്പർ ഉണ്ടോ നീ വീട്ടില്? സത്യമായിട്ട് നീ പരാതി എങ്ങാനും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കൂല. നീ കാരണമാണെന്ന് എഴുതി വെക്കുകയും ചെയ്യും. ആയിക്കോട്ടെ. ആയിക്കോട്ടെ, എഴുതടാ. നീ എഴുതി വീണ്ടും വീണ്ടും ഞാൻ എഴുതും. എന്റെ എഴുതുന്നത് പേപ്പർ വെച്ചിരുന്നു. എന്ത്? എന്റെ പേപ്പർ വെച്ചിരുന്നു. കീറോടാ, ഇനിയും കീറും. ചുമ്മാ കളിക്കലേ. കീറോടാ. പേപ്പർ പിടിക്കല്ലേ കീറോടാ. കേട്ടോ, ഞാൻ എന്റെ പൈന്റിൽ എന്റെ പരാതി എഴുതുന്ന എന്റെ പേപ്പർ പിടിച്ച് നിന്റെ പരാതി എഴുതി. നിന്റെ പരാതി നീ ചേട്ടത്തി പറഞ്ഞ പരാതി എഴുതുന്നു. പേപ്പർ പിടിച്ച് എഴുതി പറയാൻ കണ്ടില്ലേ? ആ, അതാ. കൊണ്ടാ പരാതി കൊടുക്കുന്നത്. നമ്മൾക്ക് കൊടുക്കാം. പിന്നെ പറയാൻ കൂട്ട്. കമ്പ്യൂട്ടർ ഉത്തമൻ എന്താന്ന് എഴുതാനോ എനിക്കറിയില്ല. എന്ത് കാണിച്ചാ കാണിച്ചോ? നാത്തു ഒരു കൗൺസിലിംഗ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് എന്റെ അഭിപ്രായം. എന്റെ കൗൺസിലിംഗ് കാരണം പല സിനിമയിൽ ആൾക്കാർ ഉണ്ടാവാറുണ്ടമ്മ. സിനിമയിലൊക്കെ അങ്ങനെ പലതും കാണിക്കും. 14 ഘട്ടത്തിന്റെ മണ്ടേ വീണിട്ട് പൊടി തട്ടി എണ്ണിച്ചു പോകും. പട്ടി പൂച്ചെന്ന് സംസാരിക്കും. നിന്ന് പിന്നെ 4 മിനിറ്റ് പാട്ടൊക്കെ പാടും. അതുപോലാണോ ജീവിതം? ചിറ്റപ്പൻ ഇപ്പൊ എന്താ വേണ്ടത്? ഇവര് തമ്മിൽ അടിച്ചു പിരിയണോ? തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. എനിക്ക് അത്രേ ഉള്ളൂ. അയ്യോ, എന്നാ പിന്നെ മോന് ജയിലിൽ നിന്ന് ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല. എടാ, നിന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോണ്ടല്ലോ എന്റെ ചേട്ടൻ തനി തങ്കമാണ്. തങ്കം. ചേട്ടത്തി അവള് പറഞ്ഞ കേട്ടോ, ചേട്ടൻ തങ്കം ഒന്ന്. അവക്കങ്ങനെ പലതും തോന്നൂടാ. എടി, നിന്റെ ചേട്ടനാവുമ്പോഴാണ് അങ്ങേര് തങ്കം. കെട്ടിയവനാവുമ്പോണ്ടല്ലോ തനി മുക്ക. ചേട്ടത്തി കമ്പൗണ്ടർ കണ്ടകയുടെ പേര് പറഞ്ഞാൽ ഇവിടെ പല വഴക്കും നടക്കുന്നത്. അതുകൊണ്ട് അവരെ നമ്മുടെ ജീവിതത്തിൽ തുടച്ചു മാറ്റിയാലേ. എന്തോന്ന് ചിറ്റപ്പ, തട്ടിക്കളയാനുള്ള പരിപാടിയാണോ? തട്ടിക്കളയാനൊന്നുമല്ല, അവരെങ്ങനെ നാട് നടത്തണം. അവരൊരു തമാശ പറച്ചിലും സൈക്കിളിൽ കയറ്റി കറക്കവും. എടാ, ഒന്ന് പോടാ അവിടുന്ന്. അവര് വരുന്നതിന് മുമ്പ് തന്നെ ഇവര് തമ്മിൽ അടിയൊക്കെ ഉണ്ട്. പിന്നെ അല്ലാതെ പാവ കണ്ണടി ഞാൻ എന്ത് ചെയ്തു? കണ്ണടി അല്ലടി കണ്ണകി. അപ്പൊ ചേട്ടന്റെ സൈക്കിളിൽ കയറി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയതോ? അത് തെറ്റി. അതിപ്പോ ആരായാലും ബസ് കിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ സൈക്കിളിൽ കയറി പോയില്ലേ? പിന്നെ പോത്തില്ലേ? അല്ലെങ്കിൽ ഈ മരങ്ങോടൻ എന്തോ അറിയാം. മരങ്ങോടന്റെ മറ്റവൻ ഒരു കുടുംബം കുട്ടിച്ചോറാക്കാൻ നോക്കുന്നതും പറ്റാഞ്ഞിട്ട് എന്റെ മറ്റവനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ കുടുംബം കുടിച്ചിറക്കി നോക്കിയൊന്നുമില്ല. ഞാൻ ചേട്ടത്തേക്ക് ഇത്തിരി നീതി സംഘടിപ്പിച്ച് കൊടുക്കാൻ നോക്കി. അയ്യോ, എന്റെ പൊന്നു നീതിമാനെ. നന്നായിരിക്കും. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അടികൂടണ്ട. അപ്പച്ചി വന്ന എനിക്കൊരു കാര്യം പറയാനുണ്ട്. വാ, ഇല്ലെങ്കിൽ ഇവനെ ഞാൻ കൈ വെക്കും. എവിടെ അടിയുണ്ടല്ലോ? ചേട്ടത്തി കമ്പൗണ്ടർ കണ്ണകി കാരണം ഇവിടെ ഭൂരിഭാഗം പ്രശ്നം നടക്കണം. ഒതുക്കി തീർത്തേ പറ്റുമോ? പരാതിയും കൊടുക്കണം. ചേട്ടനെ അകത്താക്കുകയും വേണം. താനാണോ ഈ ഉത്തമൻ കുഞ്ഞുണ്ണി? അല്ല. അതെ. ജീപ്പിലോട്ട് കയറാം. ബാക്കിയൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് സംസാരിക്കാം. അച്ഛാ, ഞാൻ എന്നെ പിടിച്ചോണ്ട് പോണ്. എന്തിനാ മേഡം എന്നെ പിടിച്ചോണ്ട് പോണേ? ഞാൻ എന്ത് തെറ്റാണ് മേഡം ചെയ്തത്? മിണ്ടാതെ ചെന്ന് ജീപ്പിലോട്ട് കയറോ. ഞാൻ ഭാര്യ ഹരാസ് ചെയ്യും അല്ലേ? അയ്യോ മേഡം, ഞാൻ അങ്ങനത്തെ ഒരാളല്ല മേഡം. ഞാൻ വല്ലപ്പോഴും അവളുടെ അച്ഛനെ ഒന്ന് കളിയാക്കും, അല്ലെങ്കിൽ വല്ലപ്പോഴും അവളുടെ ചേട്ടനെ ഒന്ന് ആക്ഷേപിക്കും. അല്ലാതെ ഞാൻ വേറൊരു ഞാൻ അങ്ങനത്തെ ഒരാളെ അല്ല മേഡം. പക്ഷെ ഈ 2 കാര്യങ്ങളല്ലല്ലോ താങ്കളുടെ ഭാര്യ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തമൻ കുഞ്ഞുണ്ണി. വേറെന്തൊക്കെ ഉണ്ട് മേഡം? 37 കാര്യങ്ങൾ അവർ എണ്ണ വിട്ട് എഴുതി തന്നിട്ടുണ്ട്. 37? അച്ഛാ, അമ്മാ, എടോ വണ്ടിയിലോട്ട് കയറോ.
ഓടി മാഡം. അവൻ പോട്ടെ, തൽക്കാലം നമുക്ക് ഇയാളെ മതി. അമ്മ എന്നെ കൊണ്ടുപോകണോ? എന്തിനാണ് മാഡം ഇവനെ പിടിച്ചോണ്ട് പോകുന്നത്? എന്തിനാന്നോ? ഇയാൾക്കെതിരെ ഇയാളുടെ ഭാര്യ സ്റ്റേഷനിൽ ഒരു പരാതി തന്നിട്ടുണ്ട്. ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ്. ചിലപ്പോ അവര് നേരെ അങ്ങ് ജയിലിൽ തള്ളും. അയ്യോ, അച്ഛാ എന്നെ കൊണ്ടുപോലെന്ന് പറയണോ അച്ഛാ? അയ്യോ മാഡം ഇവനെ കൊണ്ടുപോലെ പ്ലീസ് പ്ലീസ്. അവൻ പാവമാണ്. എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കൊറച്ചില്ല ഇല്ല ഞാൻ വരില്ല. വരൂലേ? ഇല്ല ഇല്ല. മാഡം ഒരു ചാൻസും കൂടെ കൊടുക്കണം. ചേട്ടൻ പാവം അടുത്ത പ്രാവശ്യം ശരിയായിക്കോളൂ അല്ലേ? നീ ഏതാടി മാറി ഇക്കടെ കൂടെ ഇവിടെ വണ്ടി കയറോ? മക്കളെ പൈക്കിള് മോളെ. ഞാൻ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഒരു കാര്യമില്ല. എന്നാ കൊണ്ടുപോ. അച്ഛമ്മ നീ സമാധാനപ്പെടല. അവര് കൊണ്ടുപോയാലും ഞാൻ വന്ന് ഞങ്ങൾ വന്ന് നിന്നെ ഇനി കൊണ്ടുവരും ജാമ്യത്തിന്. അയ്യോ, ഇത് ജാമ്യം കിട്ടുന്ന ഐറ്റം ഒന്നും അല്ല. വകുപ്പ് വേറെയാ. കൊറേ വണ്ടിയിലോ. അയ്യോ അയ്യോ കൊണ്ടുപോലെ അമ്മ എന്നെ പിടിച്ച് കൊടുക്കല്ലേ. അയ്യോ അല്ല കൊണ്ടുപോലെ സാറേ. അയ്യോ അയ്യോ അച്ഛാ അച്ഛാ മാറി നിൽക്ക്. അച്ഛനെ മകന്റെ മക്കളെ മക്കളെ അയ്യോ മാഡം മാഡം പ്ലീസ് പ്ലീസ് ഇത്തോടത്തേക്ക് മാഡം. മാറിക്കണോ? അവന് പാവമാണ് മാഡം. അവനെ ഉപദ്രവിക്കല്ലേ. അയ്യോ അയ്യോ സാറന്മാരെ അവനെ ഉപദ്രവിക്കല്ലേ. അയ്യോ അമ്മ എന്തോന്നത്? അമ്മ ഇത് എവിടെയായിരുന്നു? ഞാനൊരു ദിവാസ്വപ്നം കാണായിരുന്നു. എന്ത് സ്വപ്നം? നിങ്ങളുടെ അച്ഛനെ ഉണ്ടല്ലോ, ഞാൻ പോലീസായിട്ട് വന്ന് തൂക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടിട്ടിരിക്കുന്നത്. അമ്മേനെ പരാതി കൊടുത്ത് അമ്മേനെ പോലീസ് ആവൂ? ശരിയാണല്ലേ. ആ ലോജിക്ക് എങ്ങനെ ശരിയാവും? എടാ, സ്വപ്നത്തിന് ലോജിക് ഉണ്ടോടാ? നിങ്ങൾ എന്തിനാ വന്നേ? ഞങ്ങൾ വന്നെന്താന്ന് വെച്ചാ അമ്മയൊന്ന് തണുപ്പിക്കാൻ വന്നതാണ്. തണുക്കോ? ഇല്ല. എന്തോ നമ്മ ഒന്ന് തണുക്ക്. ഞങ്ങളെ കുറിച്ച് അമ്മ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ പിഞ്ചു കൊച്ചുങ്ങളല്ലേ. അതെ, ഞങ്ങൾക്കൊരു 8 പൊട്ടും തിരിഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് അറിയാവോ? ഓ, അച്ഛൻ പഠിപ്പിച്ചു വിട്ടാ അതുപോലെ തന്നെ വന്ന് പറയാണല്ലേ. നല്ല മക്കള്. അല്ല അമ്മ, ഞങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് പറഞ്ഞാണ്. ചിറ്റപ്പനാണ് സത്യം. നീ എന്തിനാണ് ഇടക്കിടക്ക് അവനെ പിടിച്ച് സത്യം ചെയ്യുന്നേ? ചുമ്മാ. അവൻ എന്തെങ്കിലും പറ്റി നിനക്കൊരു കുഴപ്പമില്ലാത്തോണ്ടാണോ? അല്ലമ്മ, സ്നേഹം കൊള്ളോണ്ടാണ്. അതൊക്കെ വിട്. അമ്മ എങ്ങനെങ്കിലും വന്ന് അച്ഛൻ്റെ കൂടെ കോംപ്രമൈസ് ആവണം. കോംപ്രമൈസ് നടക്കൂല. അമ്മ എന്തോ വരമാമിനെ പോയിച്ച് പിടിച്ചോണ്ട് പോവാ. മിക്കവാറും പിടിച്ചോണ്ട് പോവെന്നാ തോന്നുന്നേ. എല്ലാം ഇനി അമ്മായിയുടെ കയ്യില. ഓ, ഇതിനായിരിക്കും കൊച്ചിനെ എടുത്തോണ്ട് ഇവിടെ വന്നിരുന്നേ. എന്തുവാ നാത്തു? ഞാൻ പറഞ്ഞു ചോദിപ്പിച്ചൊന്നും അല്ല. കുറച്ചു മുമ്പ് ചേട്ടൻ അവിടെ എന്നെ മിക്കവാറും പോലീസ് പിടിച്ചോണ്ട് പോകുന്ന പറഞ്ഞത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. അതങ്ങാനും കേട്ടിട്ട് പറഞ്ഞായിരിക്കും അല്ലേടാ? പാവ വരമാമേ. ചേട്ടത്തേ, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, ശംഭുവിന്റെ അമ്മയുടെ കൂട്ടുകാർ അച്ഛൻ എവിടെ നോക്കുമ്പോഴേ ജയിലിലാണെന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ. ഭയങ്കര ഭയാനകമായിരിക്കും. ആ ശരിയാടാ. മാത്രമല്ല പിള്ളേർക്കാണെങ്കിൽ ജയിൽ പുള്ളിയുടെ മക്കളെന്ന് പേരും വീഴുന്നാത്തു. വീഴും. എന്തോ വല്ലതും പറഞ്ഞായിരുന്നോ? അല്ല പേര് വീഴുമെന്ന് പറഞ്ഞ. പിന്നെ എനിക്ക് ജയിലിലെ ഫുഡും അത്ര ഇഷ്ടമല്ല. അതിന് നിങ്ങൾ നേരത്തെ ജയിലിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടോ? സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് തീരെ പിടിക്കൂല. മാത്രമല്ല ഉപ്പും കുറവായിരിക്കും. എടുത്ത് ജയിലിൽ ബാക്കിയുള്ളവരെ തനി ക്രൂരന്മാരായിരിക്കും. അവന്മാർ ചേട്ടനെ അതിനകത്ത് പന്ത് കിട്ടത്തില്ലയോ? ആ സംഭവം ഉണ്ടല്ലോ, ഇവൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് പറയുന്നതാണേലും ആ പറഞ്ഞത് പോയിന്റാ. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ എപ്പോഴാണ് ചേട്ടന് പൈസ പറഞ്ഞേ? അത് നീ പറയണ്ടല്ലോ, ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. നീ നിപ്പ കാല് മാറിയിട്ടുണ്ടോ? സുമ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വന്നപ്പോഴേ മുഖമായിട്ട് നിന്റെ കാര്യം അവതരിപ്പിച്ചില്ല. പിള്ളേരുടെ കാര്യം മനസ്സിലായിരുന്നു. എടാ നീ കൂടുതൽ വർത്താനം പറയണ്ട, എനിക്കറിയാം. കേട്ടോ, ചേട്ടത്തിക്ക് അറിയാം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന്. രൊക്കമായിരുന്നോ കടമായിരുന്നോ? അത് കടം പറഞ്ഞു. ചേട്ടത്തി കാണാവില്ലല്ലോടാ. മനുഷ്യന്മാരായ കുറച്ച് ഉളുപ്പ്. ഇത്തിരി ഇത്ര നീ നേരം കൊണ്ട് അമ്മേനെ തൊട്ട് പോവരുത്. മോനെ കണ്ണ അങ്ങനെ അല്ലടാ. പൊക്കോ പൊക്കോ. അല്ല അപ്പൊ എന്റെ കാര്യം ഞാനൊന്ന് ആലോചിക്കട്ടെ. പൊക്കോ. നാത്തു അത് പിന്നെ ചേട്ടൻ നിന്നോടും കൂടെ പറഞ്ഞ പൊക്കോളെ. ഞാനും പോണോ? ഓടി. ആ ശരി. ജയിലില് കൊതുവും കുറച്ച് കൂടുതലായിരിക്കും. നേടാം ഒരു കേന്ദ്ര സർക്കാർ ജോലി. വിശ്വസിച്ച് പഠിക്കാം ലസാഗു ആപ്പിലൂടെ.